ഏവർക്കും വേദാമൃതം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ്. ഇന്നത്തെ പ്രതിപാദ്യം എന്ന് പറയുമ്പോൾ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. ഒരു മനുഷ്യജന്മത്തിലോ ഒട്ടനവധി ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും തുടങ്ങി ഒട്ടേറെ ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം ഏവരും. ഇതിൽ നിന്ന് മോക്ഷപ്രദമാകണ അല്ലെങ്കിൽ മുക്തി നേടണ അല്ലെങ്കിൽ കളത്രാദി സുഖഭാവങ്ങളെ ഫോക്കസ് സുഖങ്ങളെ നേടുവാൻ ഉത്തമമായിട്ടുള്ള ഒരു വൃദ്ധാനുഷ്ഠാനത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം. പിന്നെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുമ്പോൾ ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വന്നു ചേരുന്ന ഏകാദശിയാണ്. ഈ ഏകാദശി അനുഷ്ഠിക്കുക വഴി ഒട്ടേറെ ഗുണങ്ങളാണ് ഒരു മർത്യന് ജീവിതഭാവത്തിൽ വന്നു ചേരുക. ഇതിനെക്കുറിച്ച് ഐതിഹ്യപരമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനാകണ പാണ്ഡവന് ഗീത ഉപദേശിച്ചു നൽകിയ ദിവസത്തെ പ്രാധാന്യവൽക്കരിക്കുന്നതാണ്. അതേപോലെ തന്നെ മോക്ഷദായക സന്നിധിയാകണ വൈകുണ്ഠ സന്നിധി ശ്രീകൃഷ്ണ പരമാത്മാവിനാൽ ആ ചൈതന്യപൂരിതമായിട്ടുള്ള സ്ഥാനഭാവം ദർശിക്കുവാനിടയായ സാഹചര്യവും ഐതിഹ്യഭാവത്തിൽ വൈകുണ്ഠ ഏകാദശിയായിട്ട് പ്രതിപാദ്യം ചെയ്യണു ശാസ്ത്ര നിരൂപകരും അതേപോലെ തന്നെ ഋഷിശ്രേഷ്ഠന്മാരും. ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ ഒരു ദിവസം ഭഗവാന്റെ ഏറ്റവും ബൃഹത് മന്ത്രമായ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ നമഃ. ഇനി ഭഗവാന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള ദശാക്ഷരി മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ 108 ഉരു അല്ലെങ്കിൽ സംഖ്യ ജപിച്ച് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നാരായണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പരമമായിട്ടുള്ള ഭാവത്തിൽ പ്രധാന വാതിലിൽ കൂടി ഭഗവാന്റെ നേരെയുള്ള കിഴക്കോട്ട് ദർശനമാകുമ്പോൾ കിഴക്ക് വാതിലിൽ കൂടി, ഇനി പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ളിടത്ത് പടിഞ്ഞാറ് ദർശനമായി നേരെ ഭഗവാന്റെ ആലയത്തിൽ പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങളുണ്ട്. ശുഭ്രവസ്ത്രധാരിയായിരിക്കണം, ശരീരശുദ്ധി ഉളവാകണം. അതേപോലെ തന്നെ തലേനാൾ മുതൽ വ്രതാനുഷ്ഠാനത്തിലും ആയിരിക്കണം. മത്സ്യമാംസാദികൾ ഒന്നും ഉപയോഗിക്കരുത്. കൂടാതെ ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഒരു കാരണവശാലും അനുഷ്ഠിക്കരുത്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും അവനവൻ്റെ ജീവിതത്തെ ശ്രദ്ധേയമായിട്ടുള്ള തലാതലങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠിക്കാവുന്നതാണ്. അന്നേരം തലേന്നാൾ വ്രതാനുഷ്ഠാനം ചെയ്ത് കഴിഞ്ഞ് ഈ സമയത്തൊക്കെ അഷ്ടാക്ഷരിയും ദ്വാദശാക്ഷരിയും നമുക്ക് എത്ര സംഖ്യ ചെയ്യാൻ പറ്റുമോ അത്രയും സംഖ്യ ചെയ്താൽ നമ്മളുടെ ഗുണനിലവാരം ഒട്ടേറെ ഉയരും എന്നുള്ളതാണ്. അത്ഭുത സിദ്ധികൾ വന്നു ചേരും. ലക്ഷ്മി കടാക്ഷം ശ്രദ്ധേയമാകും. ലൗകിക സുഖങ്ങൾ ശ്രദ്ധേയമായിട്ട് കൈവരിക്കുവാൻ സാധിക്കും. കുബേര സദൃശ്യ ജീവിതം ധന്യമാക്കുവാനും സൂര്യനെപ്പോലെ ഉദിച്ചുയരുവാനും ചന്ദ്രനെപ്പോലെ എല്ലാവരിലും പ്രകാശഭരിതമായി നിലകൊള്ളുവാനും
ഒക്കെ സാധിക്കണം ഒരു അതിപ്രാധാന്യമുള്ള ഏകാദശിയാണ് സ്വർഗവാതിൽ അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി. അന്നേരം ഭഗവാൻ നാരായണൻ്റെ ആ സന്നിധിയിൽ പരമമായിട്ടുള്ള പൂജാവിധാനങ്ങൾ കാണും. ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ഈ ഏകാദശി വളരെ അനുഷ്ഠാന ഭാവങ്ങളിൽ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭഗവാന്റെ ദ്വാദശാക്ഷരിയും അഷ്ടാക്ഷരിയും ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്ത് ഭഗവാന്റെ ആ സവിധത്തിൽ, അന്നേരം നമ്മൾ ആദ്യമേ പറഞ്ഞു ഭഗവാന്റെ മുന്നിലുള്ള പ്രധാന കവാടം, ഇത് മോക്ഷ കവാടമായിട്ടാണ് ഈ ഒരു ദിവസത്തെ പ്രാധാന്യം ശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്നേരം നമ്മൾ ആ പ്രധാന കവാടം കടക്കുമ്പോൾ തന്നെ നമ്മൾ സ്വർഗതുല്യമായ അല്ലെങ്കിൽ വൈകുണ്ഠത്തിന് തുല്യമായ സ്ഥാനഭാവത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. തിരികെ അതുവഴി ഇറങ്ങരുത്. നേരെ പടിഞ്ഞാറേ വാതിൽ അല്ലെങ്കിൽ നേരെ ഭഗവാന്റെ ഇടതുവശത്തു കൂടിയുള്ള വാതിൽ. അതിന് ചുറ്റമ്പലം ഉള്ള ക്ഷേത്രഭാവങ്ങളിൽ നാലമ്പല ദർശനങ്ങൾ നടത്തിയവർക്കൊക്കെ ചുറ്റമ്പലം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. അന്നേരം പ്രധാന നാലമ്പല ദർശനങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ ചുറ്റമ്പലങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളാണ്. അന്നേരം അതിൻ്റെ ഭഗവാന്റെ ഇടത്തു ഭാവത്തിൽ കൂടി ഒരു വാതിൽ, അത് മോക്ഷദായകമാണ്. അന്നേരം ഭഗവാന്റെ പ്രധാന കവാടത്തിലൂടെ അകത്ത് പ്രവേശിച്ച് അത് വൈകുണ്ഠമായി തന്നെ മനസ്സിലങ്ങട് നിരൂപിക്കുക, അല്ലെങ്കിൽ സ്വർഗമായി അങ്ങട് നിരൂപിക്കുക. ശേഷം പിൻവാതിലിൽ കൂടിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഇടത് ഭാഗത്തിലുള്ള വാതിലിൽ കൂടിയോ തിരികെ ഇറങ്ങുക. അന്നേരം അന്നത്തെ ഒരു ദിനഭാവത്തിൽ ജനുവരി മാസം 2025 ജനുവരി മാസം 10-ാം തീയതിയാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ദിനഭാവം. അന്നേരം ധനുമാസം 1200-ാം ആണ്ട് ധനുമാസം 26-ാം തീയതിയാണ് മലയാള വർഷം 26-ാം തീയതിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. അന്നത്തെ ദിവസം തലേന്ന് മുതൽ വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കണം. ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ, ലഹരി പദാർത്ഥങ്ങൾ ഇവയൊന്നും ഉപയോഗിക്കരുത്. പിന്നെ വൈകുണ്ഠ ഏകാദശി ദിവസം രാവിലെ മുതൽ ജലപാനം മാത്രം. പരമാവധി നമ്മൾ ആഹാരാദി വിഷയങ്ങളെല്ലാം അങ്ങ് മറക്കുക. ശരീരത്തിന് വിശപ്പ് എന്നുള്ളത് വന്നു ചേരുന്ന മാത്രയിൽ ജലം യഥേഷ്ടം പാനം ചെയ്യുക. ഇനി തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത പഴങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയംകോടൻ പഴം ഇതിന് ഉപയോഗം ചെയ്യുവാൻ പാടുള്ളതല്ല. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവൻ പഴമോ അതേപോലെയുള്ള പഴങ്ങൾ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അനുഷ്ഠിക്കാവൂ. അങ്ങനെ ഒരു ദിവസം 365 ദിനഭാവങ്ങളിൽ ഒരു ദിനം ഭഗവാൻ നാരായണൻ്റെ ചിന്തകളോടുകൂടി ഭഗവാൻ നാരായണൻ്റെ സവിധത്തിൽ ദർശനവും പ്രദക്ഷിണവും ചെയ്ത് ഭഗവാൻ നാരായണൻ്റെ ദ്വാദശാക്ഷരി മന്ത്രം, അതേപോലെ തന്നെ അഷ്ടാക്ഷരി മന്ത്രം എത്ര സംഖ്യ നിരൂപിക്കാവോ അത്രയും അനുഷ്ഠിക്കുക. അതോടൊപ്പം വിഷ്ണു സഹസ്രനാമമൊക്കെ കാണാതെ അല്ലെങ്കിൽ ഹൃദിസ്ഥമായിട്ടുള്ളവർക്ക് വിഷ്ണു സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യാം. അതേപോലെ തന്നെ ശ്രീകൃഷ്ണ അവതാരം ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുവാൻ അറിയാവുന്നവർക്ക് ശ്രീകൃഷ്ണ അവതാരം ശ്രദ്ധേയമായിട്ട് പാരായണം ചെയ്ത്
ആ ഒരു ദിനഭാവം ഭഗവാന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് കഴിഞ്ഞാൽ 365 ദിവസം സുഭിക്ഷമായി കുബേര സദൃശ്യമായി സൂര്യനെപ്പോലെ തിളങ്ങി നിൽക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ വിധാനത്തിൽ അങ്ങട് അനുഷ്ഠിച്ച് നോക്കുക. അതോടൊപ്പം നമ്മുടെ നക്ഷത്രവും നാമധേയവും ക്ഷേത്രത്തിൽ പറഞ്ഞുകൊണ്ട് ദാത്തസാക്ഷി മന്ത്രാർച്ചന, അതല്ലെങ്കിൽ അഷ്ടാക്ഷരി മന്ത്ര അർച്ചന, ബാലഗോപാല മഹാമന്ത്രാർച്ചന, സഹസ്രനാമാർച്ചന, പുരുഷ സൂക്ത മന്ത്രാർച്ചന, ഇതിലേതെങ്കിലും ഒരു പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിക്കുക. ഒരു 11 21 അല്ലെങ്കിൽ 58 കണക്ക് തുളസിയില ഭഗവാന് സമർപ്പിക്കുക. തുളസി ഹാരമായിരുന്നാലും അതേപോലെ നെയ്വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് അത് നമ്മളുടെ മനസ്സുകൊണ്ട് നമുക്ക് എന്ത് സമർപ്പിക്കുവാൻ സാധിക്കുമോ അത് സമർപ്പിക്കുക. അതിന് പ്രത്യേകമായിട്ട് ഇത്ര ചെയ്യണം എന്നൊന്നുമില്ല. ഒരു തുളസിയിലെ നമുക്ക് മനസ്സോടുകൂടി ശുദ്ധിയായി സമർപ്പിക്കുവാൻ സാധിച്ചുള്ളെങ്കിൽ അതുമതി, ഭഗവാൻ തൃപ്തനാകും. സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. കാരണം ശ്രദ്ധയോടുകൂടി ഇതൊന്ന് അനുഷ്ഠിച്ചു നോക്കൂ. ജീവിത പരാജയങ്ങളിൽ പെട്ടുഴലുന്ന മർത്യ ജന്മങ്ങൾക്ക് ഏറ്റവും മോക്ഷപ്രധാനമാണ് ഈ ഒരു കർമ്മനിഷ്ഠ. ഇത് എല്ലാവരും ശ്രദ്ധയോട് പരിപാലിക്കുക. ആ ദിനഭാവത്തിൽ ഭഗവാന്റെ ആലയത്തിൽ പോകുക, പരമാവധി ഭാഗവത പാരായണം അനുഷ്ഠിക്കുക, അതേപോലെ വിഷ്ണു സഹസ്രനാമ പാരായണം, ദ്വാദശാക്ഷരി മഹാമന്ത്രങ്ങൾ, അഷ്ടാക്ഷരി മഹാമന്ത്രങ്ങൾ, നാരായണ സൂക്തങ്ങൾ, ഇതൊക്കെ അനുഷ്ഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം തലാതലങ്ങളിൽ അത്ര പരമമായിട്ടുള്ള ഭാവത്തിൽ എത്തിച്ചേരും എന്ന ശാസ്ത്രം വളരെയധികം പ്രത്യേകമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. അതിനെ മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.